ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കുന്ന ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു മോമോസ് ആയിട്ടാണ്. ഇതിനൊരു വെജ് മോമോസ് എന്നാണ് പറയുക. ഞാനിത് വെജിറ്റേറിയൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് തന്നെ നിങ്ങൾക്ക് ഇറച്ചിയൊക്കെ നിറച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു ഇഫ്താറിന് സ്പെഷ്യലായിട്ടും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ വിരുന്നുകാരൊക്കെ വരുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ 1.5 കപ്പോളമുള്ള ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1.5 കപ്പ് പൊടിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് ഞാൻ സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതൊരു ചപ്പാത്തിയുടെ ഒക്കെ മാവിന് കണക്കൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/2 കപ്പോളമുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം മാത്രമാണ് കേട്ടോ ഒഴിക്കുന്നത്. എന്നിട്ട് ഇതൊരു ചപ്പാത്തി മാവിന് കണക്കൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളമുള്ള എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. നമുക്കത് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കാം കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ അതൊന്നുമില്ല, വെളിച്ചെണ്ണ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഒഴിക്കാം. നമുക്കിതിനൊരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു മിനിറ്റും കൂടെ എക്സ്ട്രാ സമയം എടുത്തിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കണം. എങ്കിലാണ് നമ്മുടെ ഈ ഒരു ബേസ് നല്ലതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ മാവ് ഇവിടെ റെഡിയാണ്, കണ്ടോ. ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് ഇതൊരു 5 മിനിറ്റ് മുതൽ ഒരു 15 മിനിറ്റ് വരെ നമുക്ക് സമയത്തിനനുസരിച്ച് ഇത് അല്പം നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടൗലൊന്ന് നനച്ചിട്ടാണെങ്കിലും ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഡ്രൈ ആവത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നേരം നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂണോളമുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂണോളമുള്ള വെളുത്തുള്ളിയാണ്. അത് ഞാനിവിടെ 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അതും ചെറുതായിട്ട് അരിഞ്ഞത്. എത്രത്തോളം ചെറുതാക്കി അരിയാൻ പറ്റുന്നോ അത്രത്തോളം ചെറുതാക്കി അരിയുക. എന്നിട്ടും ഇതും ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള സ്പ്രിംഗ് ഓണിയനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങളുടെ വീട്ടിൽ സ്പ്രിംഗ് ഓണിയനോ സെലറിയോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. ആ 2 കാര്യങ്ങൾ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇത് കുറച്ചൊരു ഇതൊരു ചൈനീസ് വിഭവമാണ്, അല്ലെങ്കിൽ ഒരു ജാപ്പനീസ് ചൈനീസ് അങ്ങനെ അവരുടെ ഒക്കെ ഒരു വിഭവമാണ് ഇത് മോമോസ്. അത് നമുക്ക് വെജിറ്റേറിയൻ ആയിട്ടും നോൺ വെജ് ഒക്കെ ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി മാത്രമാണ് ഞാൻ സ്പ്രിംഗ് ഓണിയൻ ചേർത്തത്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്യാബേജാണ്. ക്യാബേജ് ഏകദേശം ഒരു 1/2 കപ്പോളമുള്ള ക്യാബേജ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ്, വളരെ ചെറിയ ഗ്രേറ്ററിൽ തന്നെ ഏറ്റവും ചെറുതായിട്ടുള്ള ഒരു ബ്ലേഡ് ഉണ്ടല്ലോ അതിനകത്ത് ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാബേജിന് അതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഒരു 1/4 കപ്പോളമുള്ള ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഞാൻ ഒരു ക്യാരറ്റ്, ഒരു മീഡിയം സൈസായിട്ടുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിന് ബീൻസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 2 ഐറ്റം ഇട്ട് കൊടുത്ത കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 2 പ്രാവശ്യം കണ്ടത്. പിന്നെ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. അത് കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാം. പൊടിയാണ് ഇച്ചിരി കൂടെ നല്ലത്. അപ്പോൾ കുരുമുളക് പൊടി ഞാനൊരു 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര എരിവായിപ്പോവും. അപ്പോൾ പച്ചമുളക് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇത് ഒത്തിരി അങ്ങ് വേവിച്ച് കുഴച്ചെടുക്കേണ്ട കാര്യമില്ല. ഒരു പാതി വേവ് മതി, ഒരു 60-70% മാത്രം വെന്താൽ മതി. കാരണം നമ്മളിത് ഒരു ഫില്ലിംഗ് ആയിട്ട് ഒരു ബേസിനകത്ത് വെക്കുന്നുണ്ട്, എന്നിട്ട് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലും കുറച്ചങ്ങ് വെന്ത് വരും. അപ്പോൾ അതുകൊണ്ട് ഒരു 60% മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ഫില്ലിങ് ഇവിടെ റെഡിയാണ്. അത്യാവശ്യം വെന്തിട്ടുമുണ്ട്, എന്നാൽ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോയിട്ടുമില്ല. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയാണ്, കാണാനൊക്കെ നല്ല കളർഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എന്തായി നമ്മുടെ മാവെന്ന് നോക്കാം. മാവൊക്കെ നല്ല നല്ല എന്താ പറയുക സോഫ്റ്റായിട്ടും നല്ല മോയിസ്റ്റായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് സാധാരണ നമ്മളൊരു നാനൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പരത്തില്ല, അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ പരത്തുന്നത് പോലെ അത്രയും വലിപ്പത്തിൽ പരത്തണ്ട, വളരെ കനം കുറച്ചിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇന്നതിന് ഒരു കട്ടർ വെച്ചിട്ടാണ് ഞാനിതിൻ്റെ ഒരു ഷേപ്പ് എടുക്കുന്നത്. സാധാരണ ഈ മോമോസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെയാണ് നമ്മളത് ഒരു ഫ്രില്ല് പോലെയൊക്കെ മടക്കി എടുക്കും. പല ഷേപ്പുകളുണ്ട്, അതൊക്കെ പല രീതിയിലും ഇന്ന് അവൈലബിൾ ആണ്. നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് അവരെങ്ങനെയാണ് ഇത് മടക്കുന്നത് എന്നുള്ളൊക്കെ ട്യൂട്ടോറിയലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അതിനോടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിന്നിപ്പം ഇപ്പം നമുക്ക് എല്ലാം തിരക്കാണ്, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു തത്രപ്പാടിൽ ഞാനൊരു കട്ടർ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഒരു സിലിണ്ടർ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് ആക്കിയെടുത്തിട്ട് ഇതൊന്ന് ആവശ്യത്തിന് എത്ര സൈസാണോ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഓരോന്ന് എടുത്തിട്ട് നമുക്കിതൊന്ന് ചെറിയൊരു റൗണ്ടിൽ, ഒത്തിരി വലുത് വേണ്ട, ഞാൻ കാണിക്കാം, ആ ഒരു ഷേപ്പിൽ ആ ഒരു റൗണ്ടിൽ എടുത്തിട്ട് നിങ്ങൾക്കൊരു ഇപ്പം അങ്ങനെ ഒരു ഇപ്പം നമ്മൾ സാധാരണ മോമോസൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ആ ഒരു പാറ്റേണിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ എടുത്താൽ മതിയാവട്ടെ. ഇതുപോലെ ഒരു കട്ടറോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്ലേറ്റിൻ്റെ വായ്വട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇച്ചിരി ഡിസൈനുള്ള ഒരു കട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കണ്ടോ സൈഡിലൊക്കെ ഒരു റാ പോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഫില്ലിങ് ഒത്തിരി നിറച്ച് കൊടുക്കേണ്ട കാര്യമില്ല, വളരെ കുറച്ച്, ഞാനിപ്പോൾ 1 ടീസ്പൂൺ, ചിലതിൽ 1.5 ടീസ്പൂണൊക്കെ നിറയ്ക്കാറുണ്ട്. അത്രയും നിറച്ചതിന് ശേഷം ഞാനിത് ഇതുപോലെ ഒന്ന് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല സെക്യൂർ ആയിട്ട് അവിടെ ഇരുന്നോളും. ഇത് ഞാൻ വളരെ ഈസി ആയിട്ട് ആണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഇതിന് ഇങ്ങനെ ഉണ്ടാക്കിയതുകൊണ്ട് ടേസ്റ്റിന് കുറവൊന്നുമില്ല, ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ്. പിന്നെ നമ്മളൊരു ഇപ്പോൾ ഒരു ആൾക്ക് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവും. ഇപ്പോൾ അവരുടെ ഒരു മെത്തേഡിലൊക്കെ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് കാണാൻ. പല ഷേപ്പിലൊക്കെ ഉള്ള റോസാപ്പൂ പോലെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ ഇച്ചിരി പാടാണ്. ഇപ്പോൾ ഒത്തിരി സമയമൊക്കെ ഉള്ള വീട്ടമ്മമാർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് പ്ലേറ്റിലാണോ നമ്മളിത് ഇതുപോലെ മടക്കിയിട്ട് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇച്ചിരി ഒരു ഗോതമ്പ് പൊടി ഒന്ന് വെതറി കൊടുക്കുക. അതിന് ശേഷം നമുക്കത് വെച്ച് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതിനകത്ത് ഫില്ല് ചെയ്തെടുത്തിട്ട് വരാം. അപ്പം ഞാനിവിടെ ആദ്യം ഒരു 4-5 എണ്ണം ഞാനൊന്ന് ഫില്ല് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് ആവി കയറ്റിയതിന് ശേഷം ഞാൻ ബാക്കിയുള്ളതും കൂടെ ഒന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 4-5 എണ്ണം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ആവിയിൽ വേവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റീമറിനകത്തുനിന്ന് വെള്ളമൊക്കെ ചൂടായി ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുൻപേ തന്നെ സ്റ്റീമറിനകത്തോട്ട് ഇതേപോലെ അല്പം എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്, എങ്കിലാണ് അത് ഒട്ടാതെ ഇരിക്കത്തുള്ളൂ കേട്ടോ. അപ്പം ആ ഒരു ആവി വരാൻ തുടങ്ങിയതിന് ശേഷം ഈ എണ്ണ തേച്ചിട്ടുള്ള ഈ സ്റ്റീമറിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മോമോസ് ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പം ഞാൻ അല്പം സെലറി ഇച്ചിരി ബാക്കി ഉണ്ടായിരുന്നതും ഇതിനകത്തൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു നല്ലൊരു സ്മെല്ല് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 7 മിനിറ്റ്, 6 മുതൽ 7 മിനിറ്റ് അതെങ്ങനെ ആയെന്ന് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു തിളക്കൊക്കെ കിട്ടും. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കി കഴിഞ്ഞപ്പം അത്രയും അങ്ങോട്ട് ഒരു ഗ്ലേസിങ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 2 മിനിറ്റും കൂടെ ഞാനതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള മോമോസും കൂടെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ളതൊക്കെ അവിടെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കറക്റ്റ് ഒരു 6 മിനിറ്റാണ് എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലേസിങ് ഒക്കെ വരുന്നുണ്ട്, ഒരു ഇച്ചിരി തിളങ്ങുന്നൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതാ ഞാൻ ഇതൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു മൂടിയൊക്കെ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു സ്പ്രിംഗ് ഓണിയൻ്റെയും പിന്നെ ഇതിനകത്തുള്ള പച്ചക്കറികളൊക്കെ ഒരു ആവിയിലൊക്കെ ഇറ്റുമ്പോഴുള്ള ഒരു സ്മെല്ലില്ലേ, അതൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാനിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഇതുപോലത്തെ വെജ് മോമോസ് അല്ലെങ്കിൽ ചിക്കൻ മോമോസ് ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഇതിന് തന്നെ ഒരു സോസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിനൊരു ചട്നി പോലത്തെ ഒരു സംഭവിക്കുകയാണ്. അതായത് ഉണക്കമുളകും അതായത് കശ്മീരി ചില്ലി മുളകായിട്ടുള്ളത്, മുഴുവൻ മുളകായിട്ടുള്ളതും തക്കാളി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടൊക്കെയാണ് അത് ചെയ്യുക. അത് എൻ്റെ സോസ് വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുക. പക്ഷെ നമുക്ക് ഞാനിന്ന് അത് ഉണ്ടാക്കിയിട്ടില്ല. അതിന് പകരം സാധാരണ ടൊമാറ്റോ സോസ് വെച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അത് തന്നെ നല്ല ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ എപ്പോഴും ഇതായിരിക്കും നല്ലത്, ടൊമാറ്റോ സോസ് ആയിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അതിൻ്റെ എരിവൊന്നും വലിയ ഇഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടാവില്ല. വലിയവർക്കാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മോമോസ് ഇരിക്കുന്നത് കേട്ടോ. ഇത് വളരെ ഹെൽത്തിയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളും പിന്നെന്താ നല്ലൊരു ആവിയിലൊക്കെ കയറ്റിയത് കൊണ്ടും അത് അധികം എണ്ണയൊന്നും ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. ആകെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് നമ്മൾ വറുക്കാൻ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ആ ഒരു ഫില്ലിങ്ങിന് വേണ്ടി എടുത്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു ഇഫ്താർ സ്പെഷ്യൽ തന്നെയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.